അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻനിര എത്തിയിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെയും കായിക രംഗത്തെയും അനവധി പ്രമുഖർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള കായിക താരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഇന്ത്യൻ സ്റ്റാർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയും പങ്കെടുത്തിരുന്നു. കോഹ്ലി അയോധ്യയിൽ പ്രതിഷ്ഠാ കർമ്മത്തിന് എത്തിയതായി ഒരു വീഡിയോ സഹിതമാണ് പ്രചാരണം. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പരിശോധിക്കാം. വിരാട് കോഹ്ലി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ കോഹ്ലി നടന്നുവരുന്നതാണ് 2024 ജനുവരി 23 ട്വീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണുന്നത്. വിരാട് കോഹ്ലി രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് എത്തിയതിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോയാണിത് എന്ന തലക്കെട്ടോടെയാണ് ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. ക്ഷണമുണ്ടായിട്ടും വിരാട് കോഹ്ലി അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന റിപ്പോർട്ട് മുമ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ എന്താണ് വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം. അയോധ്യയിൽ നിന്നുള്ളത് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന് വിധേയമാക്കിയപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. റിവേഴ്സ് ഇമേജ് സെർച്ചിൽ ലഭിച്ച ഒരു ഫലം 2023 സെപ്റ്റംബർ 20 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോയായിരുന്നു. ഗണപതി പാപ്പാദർശനത്തിനായി വിരാട് കോഹ്ലി സുഹൃത്തിന്റെ വീട് സന്ദർശിച്ചപ്പോൾ എന്ന തലക്കെട്ടിലാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2023 സെപ്റ്റംബർ മാസത്തിലാണെങ്കിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കർമ്മം നടന്നത് 2024 ജനുവരി 22-നാണ്. കോഹ്ലി അയോധ്യയിലെത്തിയതായി പ്രചരിക്കുന്ന വീഡിയോ പഴയതാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. കോഹ്ലി അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ കർമ്മത്തിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 2023 വീഡിയോയാണ് 2024 ജനുവരി 22 അയോധ്യയിൽ നിന്ന് പകർത്തിയത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്.